നരിവേട്ട എന്ന് പറയുന്നുള്ളൊരു സിനിമ തൃശ്ശൂർ രാഗം തിയേറ്ററിലാണ് കണ്ടത്. രാത്രി 12 മണിയുടെ ഷോയാണ്. ടോവിനോ ഈ പറഞ്ഞ പോലെ, സുരാജ് വെഞ്ഞാറമൂട്, ചേരൻ, ഈ പറഞ്ഞ പോലെ കുറേ ആർട്ടിസ്റ്റുകൾ അണിനിരക്കുന്ന ടെക്നിക്കലി ഒരുപാട് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അതായത് ഒരു ജനത എന്ന് പറയുന്നത് ആ ജനതയുടെ വോട്ട് നേടി ജനങ്ങളുടെ അനുകൂല്യത്തിൽ വന്ന ഒരു ഗവൺമെൻറ് ജനങ്ങളെ തന്നെ ചതിച്ചുകൊണ്ട്, ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് എങ്ങനെ പോലീസിനെ വെച്ചിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് നരിവേട്ട എന്ന് പറയുന്ന സിനിമ. ഇതിൻ്റെ പ്ലോട്ട് മാത്രമാണ്. അപ്പോൾ ഒരൊറ്റ കാര്യമുള്ളൂ, ആദ്യം തൊട്ട് അവസാനം വരെ ടെക്നിക്കലി ഒരുപാട് ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള സിനിമയാണ്. ഒരിക്കലും വേസ്റ്റ് ആവുന്ന ഒരു സിനിമയല്ല. സിനിമേനെയൊക്കെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാർ നരിവേട്ട എന്ന് പറയുന്ന സിനിമ കാണേണ്ടത് തന്നെയാണ്. നമ്മൾ വളരെ കുറച്ച് സിനിമകളുടെ റിവ്യൂ മാത്രമാണ് ചെയ്യാറുള്ളത്. നമുക്ക് അത്രയ്ക്കും ടച്ചാവുന്ന സിനിമകൾ മാത്രമാണ് റിവ്യൂ ചെയ്യാറുള്ളത്. അങ്ങനെ വളരെ ടച്ചായ കഥാതന്തുവും അതേപോലെ തന്നെ മികച്ച അവതരണവും ആദ്യം തൊട്ട് അവസാനം വരെ ഉദ്യോഗജനകമായിട്ട് കൊണ്ടുപോകുന്ന ആ രീതിയും, ഏതൊരു മനുഷ്യൻ്റെയും അവസാന പ്രതീക്ഷ എന്ന് പറയുന്നത് കോടതിയാണ് എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഒരു പ്ലോട്ടാണ് നരിവേട്ട എന്ന് പറയുന്നത്. നരിവേട്ട ഒരു മികച്ച ചലച്ചിത്രമാണ്. ഒരുപാട് അവാർഡുകളും കാര്യങ്ങളും വാങ്ങിക്കൂട്ടാൻ കഴിയുന്ന ഒരു ചലച്ചിത്രമാണ്. ചേരൻ, സുരാജ് വെഞ്ഞാറമൂട്, ഈ പറയുന്ന ആൾക്കാരുടെ അഭിനയം വളരെ മികച്ചതാണ്. അതിൽ അഭിനയിച്ചിട്ടുള്ള നടിയാണെന്നുണ്ടെങ്കിലും നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ ടോവിനോൻ്റെ അഭിനയം എന്ന് പറയുകയാണെങ്കിൽ ഈ പറയുന്ന സിനിമകളിൽ ഇതിൻ്റെ ക്യാരക്ടർ എന്താണോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു പെർഫോമൻസാണ് ടോവിനോ ഇതിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ചേരൻ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടർ നടനായിട്ട് മലയാള സിനിമയിൽ വരുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് സിനിമയിൽ ആദ്യം തൊട്ട് അവസാനം വരെ നിലനിർത്താൻ കഴിയുന്നുണ്ട്. സുരാജ് വെഞ്ഞാറമൂടിൻ്റെ പെർഫോമൻസ് ഒക്കെ സൂപ്പർബാണ്. ഒരിക്കലും തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും വേസ്റ്റ് ആയിട്ട് തോന്നാത്ത ഒരു മികച്ച ചലച്ചിത്രമാണ് നരിവേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ബൈ.